ഓണായിട്ട് എന്താ പറയാനുള്ളത്? ഓണായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാട് കള്ളവുമില്ല ചതിയുമില്ലാത്തൊരു നാടായിരുന്നു. ആ നാട് ഇന്ന് ഏതവസ്ഥയിലാണെന്ന് അറിയാലോ. പക്ഷെ നമുക്ക് ആ തിരികെ കൊണ്ടുവരണം. കലർപ്പില്ലാത്ത സ്നേഹം, അതുപോലെ കള്ളവും ചതിയുമില്ലാത്ത ഈ കേരളം തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ ലഹരി മുക്തമാവണം നമുക്ക്. ഈ ഓണം അതിനായിട്ട് ആശംസിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഓണവും ഒരാളുടെ പിറന്നാളും ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മാവേലി ആദ്യമായിട്ടായിരിക്കും കേക്ക് കൊടുക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു എ ക്ലോക്ക് ഓൺ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ഓണം പ്രോഗ്രാം നമ്മുടെ തിരൂരിലെ റിംഗ് റോഡിലുള്ള സബ്ക റെസ്റ്റോറൻറ്റിലെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഹാളിൽ വെച്ചിട്ടാണ് നടന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക പൂക്കളമായിരിക്കും. പിന്നീട് സദ്യ ആയിരിക്കാം, ഒരുപാട് വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ള സദ്യ. പിന്നെ പൂക്കളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പഴമക്കാർക്ക് അറിയാൻ പറ്റും, പണ്ടൊക്കെ കാലത്ത് പൂക്കളം ഇതുപോലെ മാർക്കറ്റിലൊന്നും സുലഭമല്ലായിരുന്നു. ഇന്നൊക്കെ മാർക്കറ്റിൽ ഇത് സുലഭമായിട്ട് ഒരു ബിസിനസ്സായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് പൂക്കളം. പല രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും വന്നിട്ട് പണ്ടത്തെ പോലെ പറമ്പുകളിൽ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. എല്ലാവരും കൂട്ടുകൂടി തമാശകൾ പറഞ്ഞ് സംസാരിച്ച് ആ തൊടിയിലൂടെയൊക്കെ നടന്ന് ഒരു തുമ്പപ്പൂവും അങ്ങനെ ഇപ്പം കാണാത്ത ഒരുപാട് പൂക്കളങ്ങൾ അന്നുണ്ടായിരുന്ന സമയം അതൊക്കെ പറിച്ചു കൊണ്ടിരുന്ന, എന്നിട്ട് ഓരോ കീശയിലാക്കി അത് സെപ്പറേറ്റഡ് ആക്കി അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അന്നത്തെ പൂക്കളത്തിന്. അതുപോലെ തന്നെ സദ്യയാണെങ്കിലും ഇന്ന് 100 കൂട്ടം വിഭവങ്ങളുണ്ട് സദ്യയിൽ. പക്ഷെ അന്നൊക്കെ എത്ര കൂട്ടമാണെങ്കിലും അതൊക്കെ ഒരു സ്പെഷ്യലായിരുന്നു. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് വിഭവങ്ങൾ. ഇന്നൊക്കെ സദ്യയിൽ ഏത് വിഭവങ്ങളും എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ പുതുമയൊന്നുമില്ല, എന്നാലും ഒരു ഹരം. കാരണം നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണത്. ഇപ്പോൾ എല്ലാവർക്കും സമയമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ പൂക്കളൊക്കെ ഇപ്പോൾ മാറ്റായിട്ടും കൂടെ വന്നിട്ടുണ്ട്. ഓൺലൈനിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. എന്നാലും ഈ പൂക്കളം ഇടുന്നൊരു രസം, അതുപോലെ ഒരു വൈബ് വേറൊന്നുമില്ല അല്ലേ? നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് മുന്നേ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ തന്നെ പൂക്കളൊക്കെ നേരാക്കി പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒത്തിരി പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരി വലിയ പൂക്കൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ അത്രയൊന്നും നമ്മൾ ഏത് പ്രോഗ്രാമാണെങ്കിലും, പ്രോഗ്രാം മീൻസ് ഇത് ഫെസ്റ്റിവലാണെങ്കിലും, ഓണമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് ഒന്നും കൂടെ ഇമ്പം കൂടുന്നത്. അവിടെ എല്ലാവരും കൂടുമ്പോഴാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇരട്ടിയാവുന്നത്. ഇപ്പോൾ മിക്ക കുടുംബങ്ങളും അണുകുടുംബമായതോടുകൂടി അതിൻ്റെ ആ ഒരു പൊലിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇതാ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവേലി വരവായിട്ടുണ്ട്. മാവേലിയെ എല്ലാവരും കൂടെ വെൽക്കം ചെയ്യാൻ കേട്ടോ കാണുന്നത്. അങ്ങനെ മാവേലി എഴുന്നള്ളിയത് കണ്ടില്ലേ? ആ ഒരു എഴുന്നള്ളപ്പും അതുപോലെ തന്നെ നമ്മളെ പൂക്കളത്തിന് ചുറ്റോറൊന്ന് കണ്ണോടിക്കലും എല്ലാവരും വിഷയിലൊക്കെ എന്ത് രസമായിട്ടോ അല്ലേ മാവേലി ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മാവേലിയുമായിട്ടുള്ള സെൽഫിയുടെ പൊടി പൂരമായിരിക്കും. അടുത്തതായിട്ട് നമ്മളെ വിളക്ക് കൊളുത്തുക കേട്ടോ. സൂരജ് വിളക്ക് കൊളുത്തുന്നു, മാവേലി വിളക്ക് കൊളുത്തുന്നു. ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് മ്യൂട്ടാക്കി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമുക്കത് കോപ്പിറൈറ്റ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. Hello guys, good morning all, happy Onam. Celebration ready അല്ലേ? Okay, അപ്പോൾ നമ്മളുടെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ആളുകൾ ചേർന്നുള്ള വലിയ ഓർമ്മകളാണ്. കുട്ടിക്കാലത്ത് നമുക്കറിയാം ഓണാഘോഷം എത്രത്തോളം മനോഹരമായിരുന്നു. ഇന്ന് നമുക്കത് വളരെ കുറവാണ്. സദ്യക്ക് മുന്നേ സെൽഫി കംപ്ലീറ്റ് ആക്കിയിട്ടല്ലേ നമ്മൾ സദ്യക്കുള്ളൂ. എസ്പെഷ്യലി വ്ളോഗേഴ്സ്
ഓക്കെ, അതേപോലെ തന്നെ ഓണത്തിന് മുന്നെയാണ് നമ്മളുടെ സെലിബ്രേഷൻ, കാരണം ഓണത്തിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ, കുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും ഒക്കെ ചേർന്ന് പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് കുറേ ഗെയിംസും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഓണാഘോഷം. അപ്പോൾ ഡ്രീം ക്രിയേറ്റേഴ്സിന്റെ ഓണം സെലിബ്രേഷൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് സബിത ജാസ്മിൻ വെൽക്കം ചെയ്യാൻ കൂടി. ഹായ്. അപ്പം ഇവിടെ ഈ വേദിയിൽ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു സ്വാഗതം ഞാൻ പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ നന്ദിയും പറയാണ്. കാരണം ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് ചെയ്തിട്ട്. ഓക്കെ, ഇതിന് ഒരുപാട് പേര് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഓണം പ്രോഗ്രാമിന് നമ്മൾ ഒരുപാട് ഓർമ്മകളൊക്കെ വളർത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ പഴയതുപോലെ അല്ലെങ്കിലും നമ്മൾ അതിനായിട്ടൊന്ന് മെനക്കെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പഴയ കാലത്തെ ഊഞ്ഞാലാട്ടം, ഒരുപാട് കളികൾ, വള്ളം കളി, ഒരുപാട് കളികളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും ഇപ്പോൾ വീട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളിലൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ പേരിൽ, എൻ്റെ പേരിലും എല്ലാവർക്കും സ്വാഗതം പറയാണ്. ഞാൻ ഇനി അടുത്ത സ്വരം കൊടുക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും നമസ്കാരം. 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 ഓക്കെ, ഞാൻ റൂബി നൗഷാദ്. എല്ലാവരും എന്റെ സൗണ്ട് കൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്ന് എന്താണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആണ് അല്ലേ? അടിച്ചു പൊളിക്കണ്ടേ, തിമിർക്കണ്ടേ, നമുക്ക് കളറാക്കണ്ടേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ വഴിയെ വരുന്നുണ്ട്. ക്രൗഡ് ആവും. നമ്മള് ഇപ്പൊ ആളുകളില്ലാതെ നോക്കണ്ട, നമ്മൾ ക്രൗഡ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ്, അടിപൊളി പ്രോഗ്രാംസ് ആണ് നമുക്ക് മുന്നില് വഴിയാ വരുന്നത്. അപ്പൊ എല്ലാവരും അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യാ, വെയിറ്റ് ചെയ്യാ. എന്ത് ചെയ്യാ, അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ. അതിനുശേഷം സുഖമായിട്ട് നമുക്ക് ആർമാദിക്കാം, തിമിർക്കാം. വേണ്ടേ, കളറാക്കണ്ടേ? ഓക്കേ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം തുടങ്ങുമ്പോൾ നമ്മളെ ഹാപ്പി ഓണം ആക്കിയല്ലേ. മാവേലിക്ക് നമ്മുടെ സ്റ്റോറി ഒക്കെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിങ്ങളെ കൂട്ടായ്മയ്ക്ക് ആദ്യമേ തന്നെ ഒരു 1000 ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓണത്തിന്റെ തുടക്കം സുറുമി, അത് പിന്നെ പറയാം. എന്റെ നാട്ടുകാരിയാണ്, എന്നെ ക്ഷണിച്ചു. ഭാഗ്യം എന്നേ പറയുന്നുള്ളൂ. ഒപ്പം നിങ്ങളൊക്കെ കാണാനും. എന്റെ ഇപ്രാവശ്യത്തെ ഓണം ഈ തിരൂരിൽ നിന്നൊരു തുടക്കം, അതിലുപരി നിങ്ങളോടൊപ്പമുള്ള ഓണമായതുകൊണ്ട് അത് കളർ കൂടുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സന്തോഷം, സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി 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 ഓണം. മാവേലിക്ക് നല്ലൊരു കൈയടി പോരട്ടെ. എല്ലാരും വീഡിയോ എടുക്കണ തിരക്കില്ല. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പൂക്കളത്തിൻ്റെ ഒരു അടിപൊളി കേക്ക് കാണാം കേട്ടോ. ആ കേക്ക് ഡിലീഷ്യയുടെ കേക്കാണ്. അത് ഫ്രം താനൂർ ഖദീജ ഷാ. ഡ്രീം ക്രിയേറ്റേഴ്സിനായിട്ട് ഖദീജ ഷാൻ്റെ വകയാണ് ഈ കേക്ക്. അതുപോലെ തന്നെ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് വേറൊരു രസകരമായിട്ടുള്ള ഒരു മുഹൂർത്തം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട മെമ്പറായിട്ടുള്ള ഉണ്ണി, അവൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് തന്നെ അവനക്ക് കൂടെ കേക്ക് മാവേലിയുടെ വക കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ ഡേ തന്നെയല്ല അവനക്കപ്പം. എനിക്ക് തോന്നുന്നു ഓണം വരുമ്പോൾ ഓർമ്മിക്കാനായിട്ട് നല്ലൊരു മൊമെൻ്റാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മാവേലിയുടെ ആദ്യത്തെ ഓണം കേക്ക് കട്ടിങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ മാവേലി കേക്ക് കട്ട് ചെയ്തു. ഇതേ വിളിക്കുന്ന നമ്മുടെ ബർത്ത്ഡേ താരത്തെ, ഉണ്ണി എന്നറിയപ്പെടുന്ന സുമേഷാണ് താരം. അപ്പം സുമേഷ് വന്നുകൊണ്ടിരിക്കുന്നു. സുമേഷിനാണ് ഇപ്പോൾ റൂബി കേക്ക് കൊടുക്കാൻ പോകുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓണപ്പൂക്കളം ഓണത്തിൻ്റെ കേക്കാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബർത്ത്ഡേ കേക്കും കൂടിയാണ് മാവേലി കട്ട് ചെയ്യുന്നത്. അതും ആ മാവേലിക്കൊരു പുതിയൊരു അനുഭവമാണെന്നാണ് പറയപ്പെട്ടത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഓണവും ഒരാളുടെ പിറന്നാളും ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മാവേലി ആദ്യമായിട്ടായിരിക്കും കേക്ക് കൊടുക്കുന്നത്. വാങ്ങിക്കാറില്ല മാറുന്നത്. അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു, നമ്മുടെ ബർത്ത്ഡേ കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. പിന്നെ അതിനോട് ശേഷം ഒരുപാട് ഗെയിമുകളും പാട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല നല്ല ഗെയിമുകൾ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, അതുപോലെ കസേരക്കളി, മാപ്പിളപ്പാട്ട്, ഓണപ്പാട്ട്, തിരുവാതിര, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നവർക്കറിയാം, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കളറാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മുടെ മാവേലി തന്നെയാണ്. കണ്ടില്ലേ, കൊടൊക്കെ ചൂടി എല്ലാവർക്കും സെൽഫി എടുക്കാനൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അവിടെ സദ്യ കളിക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട്. അവിടെ നമ്മളെ കുറേ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് കുറേ ചേച്ചിമാരുണ്ടായിരുന്നു സദ്യയൊക്കെ വിളമ്പാൻ കേട്ടോ. ഹലോ, എൻ്റെ പേര് സവിത ജാസ്മിൻ എന്നാണ്. എൻ്റെ ചാനൽ നെയിം സാൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ഞാനൊരു അഭിനയം സുറുമിക്ക് കൊടുക്കാം കേട്ടോ. ഹായ്, ഞാൻ സുറുമി. ചാനൽ നെയിം സുറുമി ബ്ലോഗ്സ് ആണ്. വലിയ ചാനലൊന്നുമില്ല, കച്ചവടമാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ചുള്ളൊരു ഓണം സെലിബ്രേഷൻ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹലോ, ഞാൻ റൂബി നൗഷാദ് ഫ്രം തൃശ്ശൂരാണ്. അങ്ങനെ പറയുമ്പോൾ അവർ എപ്പോഴും കളിയാക്കും ഫ്രം തൃശ്ശൂർ, റൂബി നൗഷാദ് ഫ്രം തൃശ്ശൂർ എന്ന് പറയുമ്പോഴേ എനിക്ക് അങ്ങനെ പറഞ്ഞു പോയപ്പോഴും. അപ്പൊ എന്റെ ചാനലിൽ വരുന്നത് ജൽസാസ്വയിലാണ്. അപ്പൊ ഇതാണ് ഞാൻ കിട്ടിക്കോളും. ഹലോ, ഞാൻ സൂരജ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ ചാനൽ നെയിം SJ ഫുഡ് ട്രാവൽ എന്നാണ്. ഞാൻ പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശിയാണ്. കുളത്തൂരുള്ളവരെ കൂടെ കണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഇതിന്റെ അഡ്മിൻ മെമ്പറാണ് ഞാൻ. അങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. ചിലർക്കൊക്കെ എന്നെ അറിയാം. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ ചെറിയൊരു സമയത്ത് നമ്മള് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണെങ്കിലും ചെറിയൊരു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഡ്രീം ക്രിയേഷൻസിന്റെ പേരിലും എന്റെ ചാനലിന്റെ പേരിലും ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് ഇനി ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ മുന്നോട്ട് പോകണം. എന്തായാലും നമുക്ക് അടിപൊളിയാക്കണം എന്തായാലും ഓണപരിപാടി. എന്നിട്ട് ഞാൻ അടുത്താകുക. ഹലോ, എൻ്റെ പേര് ആഷിഫ്, സ്ഥലം തൃശ്ശൂരാണ്. ട്രാവൽ ഫോർ ആഷിഫ് എന്നാണ് ചാനലിന്റെ പേര്. കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. ആ പറഞ്ഞ ആൾക്ക് നല്ലൊരു കൈ കൊടുക്കുക. ഓണത്തോടനുബന്ധിച്ച് പാതാളത്തിലാണ് പരിപാടി. എന്നാലും ശരി, ഞാൻ എൻ്റെ പേര് മുഴുവൻ പേര് ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും. അങ്ങനെയൊക്കെ ഉണ്ട്. പാടാം. ഇന്ന ഒരു പാട്ട്. അപ്പോ ഞാൻ തിരൂരങ്ങാടിക്ക് അടുത്ത് ചെമ്മാട് തൃക്കുളമാണ് സ്പോട്ട്. എല്ലാവർക്കും ഓണാശംസ. ഒന്നുകൂടെ പറയോ? നമ്മുടെ ഈ തിരുവാതിര പ്രത്യേകത അറിയോ? ഒരു ഓൺലൈനിലാണ് 2 ദിവസം കൊണ്ട് പഠിച്ചു. പിന്നെ അവിടെ വന്നിട്ടാണ് അവർ കളിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ സദ്യ കഴിക്കാൻ. എന്താ പറയുക, മസാല അടിപൊളി. ഓരോ ടേസ്റ്റുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ മറക്കാൻ പറ്റില്ല ടേസ്റ്റ്. നമുക്ക് വിളമ്പി തരുന്ന ചേച്ചിമാരെ കാണാനും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അവർ അതിൻ്റെ ചിട്ടാവട്ടങ്ങളോട് കൂടി അടിപൊളിയാക്കിയിട്ടോ നമുക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എവിടെയാണെന്ന് നമ്മുടെ തിരൂരുള്ള റിഗ്നോട്ടിലെ സബക്കയിലാണ് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയതും. അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിലെ എല്ലാ മെമ്പേഴ്സിനോടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ
സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടാൻ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം വീണ്ടും വരാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും സൈനിങ് ഔട്ട്. ബൈ.